ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഗുലാബ് ജാമുനാണ് കേട്ടോ. ഒരു സ്വീറ്റാണ്. അതിന് വേണ്ടി നമ്മൾ കോവ അല്ലെങ്കിൽ മാവ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഫ്രീസറിനകത്താണ് നമ്മൾ വെക്കുന്നത്. നമ്മളിത് ഉണ്ടാക്കുന്നതിന് മുന്നേ കുറച്ച് ഏറെ നേരം പുറത്തെടുത്ത് വെച്ചിട്ട് വേണം ഇതിങ്ങനെ കുഴച്ചെടുക്കണം കേട്ടോ. നല്ല ലൂസായിട്ട് കിട്ടണം, നമുക്ക് കുഴയ്ക്കാൻ വേണ്ടി പറ്റണം. അത് നല്ലതുപോലെ ഇങ്ങനെ മാഷ് ചെയ്ത് ഇങ്ങനെ ഇളക്കി ഇരിക്കണം കേട്ടോ. അങ്ങനെ കുറേ നേരം മാഷ് ചെയ്ത് നമ്മുടെ ആട്ടയുടെ കൂട്ട് നമുക്കിത് കുഴച്ചെടുക്കണം. ഇത് കുറച്ച് കോവേ ഉള്ളൂ കേട്ടോ, ഒരു 1/4 കിലോയേ ഉള്ളൂ. അതിനകത്തോട്ട് ഞാൻ 100 ഗ്രാം മൈദയാണ് ഇട്ടിട്ടുള്ളത്. കുറച്ചേ ഇടുന്നുള്ളൂ ഇതിനകത്ത് കേട്ടോ. എന്നിട്ട് കുറവായതുകൊണ്ടാണ് കുറച്ച് ഇടുന്നത്. നമ്മൾ എത്രയാണോ അളവെടുക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ മൈദ ചേർത്ത് കൊടുക്കണം. കുറച്ച് മൈദയും കൂടി ഇട്ട് നമുക്കിതുപോലെ ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കണം കേട്ടോ, ഒരുപാട് നേരം. ഇതുപോലെ നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കതിന് ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കണം കേട്ടോ. ഇതുപോലെ നല്ലതുപോലെ അമക്കി കുഴച്ചതിന് ശേഷം വേണം അത് ഉരുട്ടിയെടുക്കാൻ, അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ടാണ് ഇതുപോലെ നല്ല മാഷായിട്ട് കുഴച്ചെടുക്കണം, നല്ല അമക്കി കുഴച്ചെടുക്കണം കേട്ടോ. പിന്നീട് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, നമ്മുടെ പഞ്ചസാര പ്യൂരി ആക്കാൻ വേണ്ടിയാണ് കേട്ടോ. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴുള്ള ഈ പഞ്ചസാരയ്ക്കകത്ത് ഒരുപാട് അഴുക്കുകളും കച്ചറകളും ഒക്കെ കാണും. അതൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടി അതിനകത്തോട്ട് നമുക്ക് അല്പം പാലൊഴിച്ച് കൊടുക്കുക കേട്ടോ. പാലൊഴിച്ച് കൊടുക്കുമ്പോൾ ആ കച്ചറകളെല്ലാം ഇങ്ങനെ മേളിൽ പൊങ്ങി വരും. അതിന് വേണ്ടിയാണ് ഞാൻ ഇതിനകത്ത് ഇച്ചിരി പാലൊഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഞാനിത് ഇച്ചിരി പാൽ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പാലൊഴിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ കച്ചറകളെല്ലാം മേളിൽ ഇങ്ങനെ പൊങ്ങി വരും. പിന്നെ നമുക്കത് അരിച്ചെടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ എടുത്താലും മതി. അതിനകത്ത് അഴുക്കുകളെല്ലാം അതിനകത്തിങ്ങ് വരും കേട്ടോ. ഇപ്പം നല്ല വൈറ്റ് കളർ ആയിട്ടുണ്ട് നമ്മുടെ പാനി. അതിനകത്തോട്ട് നമുക്ക് അല്പം ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ പാനി ഇത്രയേ ഉള്ളൂ കേട്ടോ, അതിൻ്റെ വെള്ളം ഗുലാബ് ജാമുൻ്റെ. അതിനുശേഷം നമുക്ക് ആ ഗോൾസ് ഇല്ലേ, ബോളാക്കി വെച്ചെങ്കിൽ അത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്, അതിനകത്തോട്ട് അല്പം എണ്ണ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഉരുട്ടി വെച്ചിരുന്ന ആ ഗോൾസ് ഓരോന്നോരോന്ന് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ സിമ്മിൽ വേണം ഇടാൻ കേട്ടോ. ഒരുപാട് തീ കൂട്ടിയിടരുത്. തീ കൂട്ടിയിട്ട് അത് കരിഞ്ഞു പോകും, അകം വേവാണ്ട് പുറം മൊത്തം കരിഞ്ഞു പോകും. ചെറിയ സിമ്മിലിട്ട് വേണം ഇത് നമുക്ക് വേവിച്ചെടുക്കാൻ. പെട്ടെന്ന് തന്നെ ഇത് ബ്രൗൺ കളർ ആവും, അതുകൊണ്ട് ചെറിയ തീയിൽ വേണം നമ്മൾ ഇടാൻ കേട്ടോ. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം, ഇങ്ങനെ ഇളക്കി. നല്ലൊരു സ്വീറ്റാണ്, എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സ് ആണ് കേട്ടോ. ഇപ്പം നമ്മുടെ കേരളത്തിലും അവൈലബിൾ ആണിത്. ഇതുപോലെ കിട്ടും നമുക്ക് നല്ല ബ്രൗൺ കളറിൽ. ഇങ്ങനെ നമുക്ക് ബാക്കിയെല്ലാം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ പാനി ഇല്ലേ, പഞ്ചസാര പാനി, വെള്ളത്തിനകത്തോട്ട് ഇത് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ സംഭവം. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്